എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പിശമ്പടി. തെറ്റിപ്പോയ സ്ത്രീയെ വശീകരിക്കുക. അതുപോലെ തന്നെ നമുക്ക് പ്രണയിച്ചിരുന്ന ആളുകൾ അകന്നുപോയ സ്ത്രീയെ വശീകരിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം എന്ന് വെച്ചാൽ നല്ല ഇഷ്ടമായിട്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു, അല്ലെങ്കിൽ പെണ്ണായിരുന്നു. അവൾ പിന്നെ അകന്നുപോയി. കാരണം വെച്ചാൽ പ്രണയം ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിട്ട് അവര് നമ്മളെ തേച്ചു പോവുക, പറ്റിച്ചു പോവുക എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അവസ്ഥയിൽ നിന്ന് മാറി അവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടാണ്. സാധാരണ അവസ്ഥയിൽ നമ്മളെ തെറ്റിപ്പോയ ഒരാൾ, നമ്മളെ വേണ്ട എന്ന് വെച്ച് പോയ ഒരാളെ നമ്മൾ ശരിക്കും പോട്ടെ എന്ന് വെക്കുക വേണ്ടത്. പക്ഷേ മനസ്സുകൊണ്ട് നമുക്ക് അത് പറ്റാതെ വന്നാൽ, കാരണം ഇവരെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഇവർ വരണം എന്നുള്ള ചിന്ത, കാരണം ചില എല്ലാ തരത്തിലും ഒരു ഭാര്യ പോലെ ജീവിച്ചു, അല്ലെങ്കിൽ ഏറ്റവും സ്വന്തമായി നമ്മൾ കൊണ്ടു നടന്നിട്ട് അവസാനം അവർ നമ്മളെ വേണ്ടെന്ന് വെച്ച് പോകുന്ന സമയത്ത് നമുക്കത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉള്ള ആൾക്കാർ മാത്രം ഇത് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ തെറ്റിപ്പോയവരെ അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് വെച്ചവരെ നമ്മളൊരു പൂജാ കർമ്മത്തിലൂടെയോ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെയൊക്കെ അമ്മ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തം ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. അവർ ഉണ്ടെങ്കിലേ നമ്മുടെ കാര്യം നടക്കുള്ളൂ എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് വിട്ടുകളയാൻ പറ്റാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? ചില ആൾക്കാർ ഒരു പ്രേമിച്ച പെണ്ണ് തെറ്റിപ്പോയതിന്റെ പിന്നിൽ വർഷങ്ങളോളം പണിക്കും പോവില്ല, ഒന്നും പോവാണ്ട് താടിയും വളർത്തി ടെൻഷൻ അടിച്ച് ചെയ്യുന്ന ജോലി ശരിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളായിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ കർമ്മം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു 16,000 രൂപ മുതൽ 30,000 ലക്ഷക്കണക്കിന് വരെ ചെലവുള്ള വശ്യകർമ്മങ്ങളാണ്. ഈ ഇത്ര പൈസ ചെലവാക്കി ചെയ്താലും 90% ഇതിന് വിജയമുള്ളൂ. അത് ലോകത്ത് ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, ഒരു ട്രയൽ അടിക്കാൻ വേണ്ടിയിട്ടോ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് നോക്കട്ടെ എന്നുള്ള വിചാരിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മളിൽ ഇല്ലേനും. അപ്പൊ ഈ മനസ്സിലെ പ്രശ്നം കൊണ്ട് നടന്നിട്ട് ജീവിതം നശിക്കുന്നവര് അതിന് പ്രതിവിധിയാണ് ഈ പറഞ്ഞു തരുന്നത്. എന്താണെന്ന് വെച്ചാൽ വളരെ എഫക്റ്റീവാണ്. നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ള കാര്യമാണ്. ഇതിനെന്താ വേണ്ടിച്ചാൽ നല്ലതുപോലെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഈ ക്രിയ നടത്തുന്നതിന്റെ മുന്നേ തന്നെ ഏഹ്യാഹി പരമേശ്വരിയേ സ്വാഹ, ഏഹ്യാഹി പരമേശ്വരിയേ സ്വാഹ, ഏഹ്യാഹി പരമേശ്വരിയേ സ്വാഹ എന്ന് നമ്മൾ 3000 തവണ ജപിക്കണം. അതിനുശേഷം ഈ ജപിക്കുന്ന സമയത്ത് ഈ നമ്മളെ ഇട്ട് തെറ്റിപ്പോയ പെണ്ണിന്റെ മുഖത്തെ നമ്മളിവിടെ കണ്ടുകൊണ്ട് വേണം ജപിക്കാൻ. അപ്പോൾ അതിങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനൊരു മന്ത്രസിദ്ധി എന്ന് വന്നിട്ട് പറയും. അപ്പൊ കണ്ണടച്ചിട്ട് ജപിക്കുമ്പോൾ പെണ്ണിന്റെ മുഖം ഏഹ്യാഹി പരമേശ്വരിയേ സ്വാഹ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ജപിക്കുക. ജപിച്ച് നമ്മളൊരു 3000 സംഖ്യ, അത് എത്ര വേണമെങ്കിലും ജപിക്കുക, ഏറ്റവും കുറഞ്ഞത് 3000 വേണം. അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് എത്രയും പവർ ഉണ്ടോ ജപിക്കുന്നു അത്രയും ഗുണമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ജപിച്ചിട്ട് നമ്മൾ എന്താണ്, ഈ പെണ്ണിനെ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ അവർക്ക് നമ്മളോടുള്ള വിരോധം മാറും എന്നുള്ളത് ഒരു കാര്യമാണ്. പിന്നെ ഇതിന്റെ മുന്നിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു തളിർ വെറ്റിലെടുക്കുക. ഈ തളിർ വെറ്റിലെടുത്തിട്ട് ഇതിന്റെ മേലെ നെയ്യ് ഇങ്ങനെ ചെറുതായിട്ട് പുരട്ടുക. നല്ല ശുദ്ധമായ നെയ്യോ വെണ്ണയോ പുരട്ടിയിട്ട് അതിനുശേഷം അതിന്റെ മേലെ ഈ പറയുന്നത് പോലെ ആം ഹ്രീം ക്രോ എന്ന് എഴുതുക. ഏഹി പരമേശ്വരിയെ സ്വാഹ, ഏഹി പരമേശ്വരിയെ സ്വാഹ എന്ന് ചുറ്റുഭാഗം എഴുതുക. എഴുതിയതിന് ശേഷം എന്ത് വേണം, ഇത് തൊട്ടിട്ട് നമ്മളൊരു 3000 തവണയോ അല്ലെങ്കിൽ 1000 തവണയോ നമുക്ക് കഴിയുന്നതും ജപിക്കുക. ജപിച്ചതിന് ശേഷം അത് ഉരുട്ടിയിട്ട് ഒന്ന് ചൂടാക്കുക, അങ്ങനെ വിളക്കത്ത് ചൂടാക്കുക. എന്നിട്ട് നമ്മൾ വായിലിട്ട് ചവയ്ക്കുക. എന്നിട്ട് ഈ ചവയ്ക്കുന്ന നേരത്ത് നമ്മൾ ഈ പെണ്ണിനെ കാണാൻ നേരത്താണ് ചവയ്ക്കേണ്ടത്. അപ്പോൾ ചവച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വൈരുദ്ധ്യമായിട്ട് എന്നിട്ട് ചവച്ച് ആ പെണ്ണിനെ നോക്കുക, കാണുക ചെയ്യണം. അന്നത്തെ കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിലോ നമ്മൾ ആ സ്ത്രീയെ നമ്മൾ ദർശിക്കാനുള്ള ഒരു കാര്യം കൂടി വേണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്താണ് നമുക്ക് ഇവരെ നമ്മളിലേക്ക് ആ വിരോധങ്ങളൊക്കെ മാറി അവർ എന്ത് കാരണം കൊണ്ടാണോ നമ്മളിൽ നിന്ന് അകന്നു പോകാനുണ്ടായത് വെച്ചെങ്കിൽ അത് മാറി നമ്മളിലേക്ക് ആകർഷണമായി വരും എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ അപ്പോൾ കണ്ടു, അപ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ തോന്നി എന്നുണ്ടെങ്കിലും നമ്മളിലേക്ക് വീണ്ടും വരാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഇത് ജപിച്ച് കഴിഞ്ഞതിന് ശേഷം ഏതാണ് നമ്മൾ മുറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജപിക്കേണ്ട മന്ത്രം ഓം ആം ഹ്രീം ക്രോം ഏഹ്യാഹി ഏഹ്യാഹി പരമേശ്വരി എന്നാണ്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഈ പെണ്ണിന്റെ നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീയുടെ
മുഖം 2 പുരികത്തിൻ്റെയും നടുക്കിൽ വിചാരിച്ചുകൊണ്ട് നമ്മളിത് ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ വൈരുദ്ധ്യങ്ങളും മാറി നമ്മളിലേക്ക് ആയി വരും എന്നുള്ളതാണ്. ഇതൊന്നും മറ്റുള്ള ദുർവിനിയോഗത്തിന് വേണ്ടി ജപിക്കലോ പ്രാർത്ഥിക്കലോ ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേണ്ടെന്ന് വെച്ചവർ പൊയ്ക്കോട്ടെ തന്നെ വെക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം പിടിച്ചെടുക്കേണ്ടതൊന്നല്ല സ്നേഹം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാനസികമായിട്ട് ഇതൊക്കെ തരണം ചെയ്യാൻ പറ്റാത്തവരും ഈ തെറ്റിപ്പോയ ആള് നമ്മുടെ വീടിനോട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, നമ്മളെ കാലക്കേടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പോരായ്മ കൊണ്ടോ നമ്മുടെ ദേഷ്യത്തിന്റെ നമ്മളെ പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ തെറ്റിപ്പോയ ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അവരെ നമ്മളിലേക്ക് പൂർണ്ണമായിട്ടും അടുക്കാൻ വേണ്ടി വന്നേ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഈ മന്ത്രം ജപിക്കേണ്ടത്. അപ്പൊ അതിനു വേണ്ടി നന്നായി പ്രാർത്ഥിച്ച് ജപിക്കുക. അപ്പൊ അവര് പൂർണ്ണമായിട്ടും വിരോധങ്ങളൊക്കെ മാറി നമ്മളിലേക്ക് വരും. ഇതിന് എന്ന് പറഞ്ഞാല് 90 ദിവസം, ചില 21, 41, 90. കാരണം ചില 90 ദിവസമെങ്കിലും ചില ആളുകൾക്ക് സമയം പിടിച്ചേക്കാം. കാരണം എന്താന്ന് വെച്ചാല് ചില ആളുകളുടെ മാനസികാവസ്ഥ മാറി നമുക്ക് ഭാര്യയിൽ നിന്നും അങ്ങനെ മനോദുഃഖം അനുഭവിക്കാനുള്ള ദോഷങ്ങളുള്ള ഒരു നേരമായ സമയത്തൊക്കെയാണ് ഇങ്ങനെ തെറ്റലും പിരിച്ചലൊക്കെ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ അപ്പൊ അവര് ആ ഒരു കാലതാമസം വന്നേക്കാം. അപ്പോൾ ഒരു 90 ദിവസമെങ്കിലും നമ്മളിതിനു വേണ്ടി ശ്രമിക്കുക. എത്ര വിരോധം കട്ടുകട്ടിയായിട്ടിരുന്ന ഒരു വ്യക്തിയുടെയും വൈരുദ്ധ്യമായിട്ടിരുന്ന ഒരാളെയും മനസ്സ് മാറി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഈ വെറ്റില പരിപാടിയോ ഈ നെയ്യിൽ ചൂടാക്കലും എഴുതലും ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ 108 തവണ എൻ്റെ എല്ലാ വിരോധങ്ങളും മാറി വരണേന്നും ഇനി മുതൽ ഞാനെല്ലാം നല്ല രീതിയിൽ ആയിക്കോളാന്നും കൂടി സങ്കല്പിച്ചുകൊണ്ട് ആ നമ്മൾ തെറ്റിപ്പോയ ആളെ മുഖം 2 പുരികത്തിൻ്റെ നടുക്കിൽ വിചാരിച്ച് അങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഏഹ്യാഹി പരമേശ്വരേ സ്വഹ, ഏഹ്യാഹി പരമേശ്വരേ സ്വഹ എന്ന മന്ത്രം നമ്മൾ കൂടുതൽ ദിവസം ഒരു 108 1000 തവണയോ 1000 തവണ വെച്ച് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ജപിക്കുകയാണെങ്കിലും അവർ മനസ്സ് മാറി നമ്മളിലേക്ക് വരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഓരോ ദിവസത്തെ ജപം കഴിയുമ്പോഴും ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കണം. ഈ ജപിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ എന്ന് നമ്മൾ എടുത്ത് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു കഷ്ടകാലത്തിൻ്റെയും ദോഷത്തിൻ്റെയൊക്കെ പ്രതിവിധിക്ക് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ദുരിതങ്ങൾ മാറി അനുഗ്രഹമായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നമഃശിവായ എന്ന് നമോ നാരായണായ നമ എന്നുള്ള മന്ത്രം ജപിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഇതിന് പൂർത്തിയായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞാൽ വിരൽത്തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.